പക്ഷെ ആദ്യമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതേലാണല്ലോ പിടിച്ചത്. അത് ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു ഇതായിരിക്കും. അല്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞ ഹാൻഡ് ബ്രേക്ക് പഠിച്ചിട്ടില്ല. അത് എന്തിനായിരിക്കും ഹാൻഡ് ബ്രേക്ക്? വണ്ടി നിൽക്കാനാണോ നിർത്തിയിടുമ്പോൾ ഉപയോഗിക്കാനാണോ? നിർത്തിയിടുമ്പോൾ ഉപയോഗിക്കാൻ. വണ്ടി ഉരുണ്ട് പോവാതിരിക്കാനാണ്. ഡ്രൈവറിന് പുറത്തിറങ്ങുമ്പോൾ ഈ വാഹനം ഉരുണ്ട് പോവാതെ സേഫായിട്ട് നിർത്താനാണ് ഹാൻഡ് ബ്രേക്ക്. ഓക്കെയാണ്. വണ്ടി മുന്നോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് അത് ഓഫ് ചെയ്താൽ മതി. അപ്പം ബ്രേക്ക് ചവിട്ടി പിടിച്ചിരിക്കണം ആദ്യം, എന്നിട്ട് അത് ഓഫ് ചെയ്യാൻ നോക്കാവുള്ളൂ. അല്ലെങ്കിൽ നിരപ്പായ ഒരു സ്ഥലം അല്ലെങ്കിൽ എന്ത് പറ്റും, ഇത് ഓഫ് ചെയ്യുമ്പോൾ വണ്ടി ഉരുണ്ട് പോകും. ഇനി ഓഫ് ചെയ്യും എടുക്കണം. ജസ്റ്റ് അങ്ങനെ. ഇനി ഒന്ന് ഓൺ ആക്കിക്ക്. ഓൺ ആക്കാൻ അങ്ങനെ പ്രസ് ചെയ്യണ്ട, വെറുതെ ഉയർത്തിയാൽ മതി മേളിലേക്ക്. ഇതൊക്കെ വിട്. ഇതിപ്പോ ഓഫാണ്. ഇത് ഓൺ ആക്കാൻ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്ക് ഉയർത്തിയാൽ മതി. കണ്ട, അങ്ങനെ ഓൺ ചെയ്യുന്നത്. ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യണം, ഇനി താഴ്ത്തണം. കണ്ട, അത് ഓൺ ആകുമ്പോഴേ ഇവിടെ റെഡ് ലൈറ്റ് തെളിയും, വാർണിംഗ് ലൈറ്റ്. കണ്ട, ഹാൻഡ് ബ്രേക്ക് ഓൺ ആയി എന്നറിയിക്കാൻ. അത് ഓഫ് ചെയ്തേ, അത് കെട്ടോന്ന് നോക്കിയാൽ പിടി കിട്ടിയ ഹാൻഡ് ബ്രേക്ക് ഓഫ് ആണെന്ന് അറിയാനാ. ഓൺ ആണോ ഓഫ് ആണോ എന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പോവാ നമുക്ക്. പോണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഇൻഡിക്കേറ്റഡ്. അത് തന്നെ. ബാക്കിൽ വണ്ടി ഇല്ലെങ്കിൽ പതുക്കെ മുന്നോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ ബ്രേക്ക് ഉണ്ടല്ലോ, പിന്നെന്താ. പതുക്കെ ഒന്ന് മുന്നോട്ട് നീക്കുക, നോക്കട്ടെ. പിറകിലൊന്നുമില്ല, മുന്നോട്ട് പോട്ടെ. അതൊന്ന് നിർത്തിക്ക. കണ്ട, ഇപ്പൊ ആളുകൾ വന്നാലും നമുക്ക് നിർത്താൻ പറ്റൂലേ? എങ്ങോട്ട് മാറ്റണം? അവർ കടക്കാൻ നിൽക്കുക, ശരിയല്ലേ? അപ്പൊ കുറച്ചു നേരം സമയം കൊടുക്കാം അവർക്കൊന്ന് കടന്നു പോവാൻ. ഇനി നമുക്ക് പോവാ, പോട്ടെ. ബാക്കിൽ വണ്ടി ഉണ്ടോ ഒന്നുകൂടെ നോക്കിയേരും. നിങ്ങാവാ. പതുക്കെ റോഡിലേക്ക് പോട്ടെ. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. റോഡിലേക്ക് വരട്ടെ. അതുപോലെ നേരെയാക്കി വാ. വണ്ടി എങ്ങോട്ടാ പോകുന്നത് നോക്ക്. എവിടെയാ നോക്കിയിരിക്കുന്നത്? വലത്തോട്ട് നോക്കിയിരിക്കരുത്, ഇങ്ങനെ മുന്നിലേക്ക്. നമുക്ക് ഇടതുവശം ചേർന്നാണ് ഈ വണ്ടി ഓടിച്ചു പോകേണ്ടത്. അപ്പൊ ഇങ്ങോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. മുഖം നേരെ എന്നിട്ട് ഫ്രീ ആയിട്ട് പോട്ടെ. ഇനി എന്തോ ചെയ്യണം നമ്മള്? ഇല്ല, വണ്ടിക്ക് സ്പീഡ് ആയില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? പതുക്കെ ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു തുടങ്ങി. കൊടുത്താ? ഇല്ല, ഇപ്പോഴും വണ്ടിക്ക് വേഗത വന്നിട്ടില്ല. ഇപ്പൊ വണ്ടിയുടെ ഒച്ച പുറത്ത് കേൾക്കുന്ന കണ്ട. ഇപ്പോഴാണ് വണ്ടിക്ക് ഒന്നാമത്തെ ഗിയറിന്റെ വേഗതയായത്. എന്ത് ചെയ്യണം? അപ്പം ആക്സിലേറ്റർ കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടി രണ്ടാമത്തെ ഗിയർ ഇട്. അത് തന്നെ, പതുക്കെ പോട്ടെ. ക്ലച്ച് പതുക്കെ ലൂസ് ചെയ്ത് കൊടുക്കണം. പതിയെ പതിയെ തിരിച്ചതേ ഉള്ളു, നേരെ ആക്കിയില്ല. എന്നിട്ട് കേട്ടാ, തിരിക്കുന്നുണ്ട്. ഇതേ കറക്റ്റായിട്ട് വണ്ടി ഇതേ തിരിഞ്ഞ് നമ്മുടെ വഴിയിലോട്ട് വരുന്നതേ ഉള്ളൂ, വന്നിട്ടില്ല. ഇതേ ഇപ്പോഴാണ് വന്നത്. എന്നിട്ട് നേരെയാക്കണം. ഇനി പതിയെ വേഗത കൊടുക്കും. നോക്ക് വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന്. മാറ്റുക, നിവർത്തുക, വീണ്ടും പോട്ടെ. ഇടതുവശത്തേക്കാണ് ഇറങ്ങി പോകുന്നതെന്ന് തോന്നിയാൽ അവിടുന്ന് അകലം എടുത്തോണം. ഇടതുവശത്ത് നിന്ന് അകന്നാണ് പോകുന്നതെന്ന് തോന്നിയാൽ അതിനെ അടുപ്പിച്ച് കൊടുത്തോണം കറക്റ്റായിട്ട്. ഇപ്പോഴും മറുവശം വരുന്നവരെ നോക്കി നിൽക്കരുത്. നമ്മുടെ സൈഡ് നോക്കി വണ്ടിയെ തിരിച്ച് കൊണ്ടുവന്നോണം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്.
ക്ലച്ച് വിട്ടു കൊടുത്തിട്ടില്ല. പണമില്ല, ഇരിക്കുന്നുണ്ട് പക്ഷെ നിവർത്തുന്നില്ല. അതെന്താ? ഉണ്ടാ ഇവിടെ ആള് പേടിച്ചിരിക്കുക. ഓട്ടെ, പേടിച്ചിരിക്കാണ്. പിന്നെന്താ പറ, എന്താന്ന് വെച്ചാ പറ, കേക്കട്ടെ. തിരിച്ചത് വരെ ശരിയാ, പക്ഷെ നേരെയാക്കാത്തത് എന്താ? മിണ്ടുന്നില്ല. ആളിവിടെ ഉണ്ടാ? മിണ്ടുന്നില്ല. അതൊക്കെ സ്ലോ ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ. ഇത്തിരി വേഗത കൊടുത്തേ, ഒന്ന് മേക്ക് ഏറ്റവും ഒന്ന് കയറട്ടെ. ഇനി നമുക്ക് ആക്സിലേറ്റർ വേണ്ട, കാല് മാറ്റിയാ. ബ്രേക്കെല്ലാം ഒന്ന് കാല് കൊണ്ടുപോവാ. വണ്ടി ഒന്ന് അവിടെ സൈഡ് ഒതുക്കി നിർത്തിക്കുക, റോഡിന്റെ സൈഡിലേക്ക്. സൈഡിൽ മരവിച്ചിരിക്കുക, അതുകൊണ്ടാണ്. ക്ലച്ച് ചവിട്ട്, ബ്രേക്കും ചവിട്ടി പിടിക്കും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും വണ്ടി. ഏത് ഗിയർ ഇടണം അതിന് നീങ്ങണമെങ്കിൽ? അപ്പൊ ഇടും. എല്ലാം അറിയാം, പേടിച്ചിരിക്കുന്നോണ്ടാ. പതുക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി നിർത്തും വണ്ടി. എവിടെ ഒതുക്കി നിർത്തണമെന്ന് തീരുമാനിക്കാദ്യം. അത് വേണോ അതോ അതിനപ്പുറത്ത് നല്ല സ്ഥലം കിടപ്പുണ്ട് അവിടെ വേണം? ആ മെറ്റിൽ കൂന കഴിയുമ്പോ അവിടെ ഒതുക്കി നിർത്തുന്ന. കാലെവിടെ വരണം? ബ്രേക്കില് പതുക്കെ സൈഡ് ഒതുക്കി കൊണ്ടുപോകാം. വന്നിട്ടില്ല. വേഗത കുറയ്ക്കും വണ്ടിയുടെ. വേഗത കുറച്ചിട്ടില്ല. വേഗത കുറച്ചിട്ടില്ല. ഇപ്പോഴും വേഗത കുറച്ചിട്ടില്ല. ക്ലച്ചും ചവിട്ടിയിട്ടില്ല. ക്ലച്ച് ചവിട്ടിയിട്ടില്ല. ഇപ്പോഴാ ചവിട്ടിയത്. ഇനി വിട്ടില്ല. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇങ്ങോട്ടില്ലാക്കി പോയി. നല്ല അടിപൊളിയായിട്ട് ക്ലച്ച് താങ്ങുന്നുണ്ട്, പക്ഷെ പേടിച്ചിരിക്കുക. കുറച്ചു നേരമായി. എന്തിനാ മാം പേടിക്കുന്നത്? എന്തിനാ മാം? പറയ്, ധൈര്യമായിട്ട് പറയും. എന്താണ് പ്രശ്നം? പേടിയാണ് പ്രശ്നം, അല്ല ഒന്നുമില്ല. ചെയ്യാനൊക്കെ അറിയാം, മരവിച്ചു പോകുന്ന പേടിച്ചിട്ട്. അവന്റെ മൈൻഡ് ഇവിടെ ഇല്ല, ഔട്ടായി പോകുക മൈൻഡ്. ഫ്രീ ആയിട്ടിരിക്കുക കുറച്ചുകൂടെ. ക്ലച്ച് എന്തിനാന്നറിയാം. കറക്റ്റായിട്ട് ക്ലച്ച് താങ്ങിയ വണ്ടി എടുത്തോണ്ട് പോകുന്ന മുന്നിലേക്ക്. അല്ലേ, ഓഫാക്കുക ഒന്നും ചെയ്യുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലച്ചിന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട്. പേടിച്ചിട്ട് മരവിച്ചിരിക്കുക ചെയ്യുന്ന ചില സമയത്ത്. അങ്ങനെ വരരുത്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. നമുക്ക് വലത്തോട്ട്, ഇപ്പൊ നമ്മൾ റോഡിന്റെ സൈഡിൽ കിടക്കുക വണ്ടിയുമായിട്ട്. റോഡിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളാണ് ഇൻഡിക്കേറ്റർ ഇടണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും. എന്നിട്ട് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. പോകാനായിട്ട് ഏത് ഗിയർ ഇടണം നമ്മൾ? വണ്ടി നീങ്ങണമെങ്കിൽ അപ്പൊ ഇട്ട് ഇനി എന്ത് ചെയ്യണം? പതുക്കെ അനങ്ങി നോക്ക്. ഈ വണ്ടി അങ്ങോട്ടാ പോകുന്നതെന്ന് നോക്ക്. അതിനനുസരിച്ച് തിരിച്ചു കൊടുത്താൽ മതി. പതുക്കെ നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലച്ച് കുറച്ച് ലൂസ് ചെയ്യും. ഇതിലൂടെ ലൂസ് ചെയ്യും. ഇനി ബ്രേക്കിൽ നിയന്ത്രിക്കും വണ്ടിയെ. വേഗത കുറയ്ക്കും ബ്രേക്കിൽ. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വിട്ടുകൊടുത്താൽ മതി. ബ്രേക്ക് വിട്ടുകൊടുത്താൽ ഇനി വണ്ടി നീങ്ങാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ നോക്കി ഇപ്പൊ റോഡിലേക്ക് കിട്ടി. ഇനി ഇങ്ങോട്ട് നോക്കി. ഇനി തിരിക്കേണ്ട ആവശ്യമുണ്ടോ? തിരിക്കണം. ഇപ്പൊ വണ്ടി ഇങ്ങനെ അങ്ങനെ റോഡിൽ കയറുന്നല്ല, നേരെ പോവാൻ. നേരെയാക്കി റോഡിലേക്ക് ചെല്ലും. ഇനി റൈറ്റിലോട്ട് തിരിവ് വരരുത്. നമ്മൾ ഇനി മുന്നോട്ട് കയറും തോറും ലെഫ്റ്റിലോട്ട് നേരെയാക്കിയേ പോവാള്ളൂ. അല്ലല്ല, പോട്ടെ. നോക്കി നീങ്ങും പതുക്കെ. പെട്ടെന്ന് എടുക്കല്ല, പതുക്കെ എടുക്കല. ചിന്നുകളായാലും ആളിവിടെ ഇല്ല, പകുതി ഇവിടെ ഉണ്ട് കേട്ടോ. കൈ എടുത്താൽ പോകാവാ നമുക്ക്. നേരെയാക്കി
വണ്ടി നേരെയാക്കി കൊടുത്താൽ മതി. വീല് നേരെയാക്കി കൊടുക്കും. സ്റ്റിയറിംഗ് കൈയെടുത്ത് നേരെയാക്കി കൊടുക്കും. അതിട്ട് ഒന്നും നോക്കണ്ടത്, ഇവിടെ നോക്കിയാൽ മതി. വണ്ടി എങ്ങോട്ടാ നീങ്ങുന്നതെന്ന് നോക്കിക്കോ. എത്തി ഒന്നും നോക്കണ്ട. വേണ്ട, എങ്ങോട്ടാ പോകുന്നത്? വലത്തോട്ടാ പോണത്. നമുക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകും തോറും വണ്ടി എന്ത് ചെയ്യണം നമ്മള്? അതെ, പതുക്കെ അനങ്ങി പോട്ടെ. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. ക്ലച്ച് ഒരു പൊട്ടിക്ക് കൂടെ ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വണ്ടി നീങ്ങും. നേരെയാക്കി വാങ്ങിക്കോട്ട്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അത് ബ്രേക്കിൽ സ്ലോ ചെയ്ത് കൊടുത്തോണം വണ്ടിയെ. കാണുന്നില്ലേ? ഇനി ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാ? ഇപ്പോഴും എങ്ങോട്ടാ നോക്കുന്നത്? ചുറ്റുപാട് നോക്കി പേടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കും. പോട്ടെ. ഇപ്പോഴും ചുറ്റുപാടാ നോക്കുന്നത്. പോട്ടെ. സമയം കഴിഞ്ഞു പോയി. ഇടേണ്ട അവസരമൊക്കെ കഴിഞ്ഞു പോയി. പോട്ടെ. സെക്കൻഡ് ഗിയർ ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്പീഡ് കൂടുമ്പോൾ ആണ്. സ്പീഡ് കൂടിയപ്പോഴും മാം ഒന്നും ചെയ്തില്ല. എന്നിട്ട് സ്പീഡ് കുറച്ച് കളഞ്ഞു വണ്ടിയുടെ. സ്പീഡ് പോയി കഴിഞ്ഞപ്പോഴാണ് മാം സെക്കൻഡ് ഗിയർ ഇടുന്ന കാര്യം ഓർത്തത്. ഇപ്പോഴും മാം എന്ത് ചെയ്യുന്നറിയാം? മറ്റുള്ളവരെ ബ്രേക്ക് മാം ഇപ്പോഴും മറ്റുള്ളവരെയാണ് നോക്കുന്നത്. നമ്മുടെ കാര്യം നോക്കുന്നത്. നമ്മുടെ സൈഡിൽ കൂടെ വണ്ടി മുന്നോട്ട് വിട്ടു കൊടുക്കുക. നേരെയാക്കി തിരിച്ചാത് മാം തന്നെയാണ്. അപ്പൊ നേരെയാക്കുകയും ചെയ്യണം. അതെ. ഇപ്പൊ വണ്ടിക്ക് സ്പീഡായി. ആക്സിലേറ്ററിന് കാലെടുക്ക്. ക്ലച്ച് ഫുള്ള് ചവിട്ട്. സെക്കൻഡ് ഗിയർ ആക്കി. അതേത് ഗിയർ? ഫസ്റ്റ്. ഏതിലായിരുന്നു കിടന്നത്? ഫസ്റ്റിലായിരുന്നു കിടന്നത്. അവിടെ ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. അതൊക്കെ ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങും വണ്ടിക്ക്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഒരു സ്ഥലം തീരുമാനിക്കും. ഇൻഡിക്കേറ്റർ ഇട്ടില്ല, അത് റൈറ്റ്. ഒരു സ്ഥലം തീരുമാനിക്കും വണ്ടി ഒതുക്കി നിർത്താൻ. തീരുമാനിച്ചാ? ഒരു സ്ഥലം തീരുമാനിക്കത്തില്ല ഇവിടെ എവിടെയെങ്കിലും? തീരുമാനിച്ചാ? അപ്പൊ പതുക്കൊന്ന് ഒതുക്കി നിർത്തിക്കുക വണ്ടി സൈഡിലേക്ക്. എന്ത് ചെയ്യണം നിർത്തണമെങ്കിൽ? ബ്രേക്ക് മാത്രം മതിയാ? അപ്പൊ കുറച്ചൊന്ന് ഒതുക്കി സൈഡ് ഒതുക്കി നിർത്തിക്കുക. സൈഡിൽ വന്നിട്ടില്ല ഇപ്പോഴും. നേരെയാക്കി നിർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ട്. ന്യൂട്രലാക്ക്. ഇപ്പൊ വണ്ടി സൈഡിലാണോ? മാം സൈഡ് ഒതുക്കിയിട്ടില്ല. മാം അവരെ നോക്കിയായിരിക്കുന്നു ഇപ്പോഴും. പിന്നെ ഗിയറിലാ വരുന്നത്. വണ്ടി നിർത്തിക്കോ, എന്നിട്ട് ന്യൂട്രലാക്ക്. ഫ്രീ ആയിട്ടിരിക്കും. എന്നാലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. എന്നാൽ ഇപ്പോഴും പകുതിയേ ഇവിടെ ഉള്ളൂ. പകുതി ഇവിടെ ഇല്ല. ആള് കേൾക്കുന്നുണ്ടോ? അവൻ ഇവിടെ ഇല്ല. പകുതിയേ ഉള്ളൂ. വെപ്രാളം പിടിച്ച് എല്ലാം ചെയ്യുന്നത്. സമാധാനമായിട്ടെല്ലാം ചെയ്തു. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്, വേഗത കുറയ്ക്കുന്നുണ്ട്, സൈഡിൽ വരുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ധൃതി പിടിക്കുക ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞ മാം എവിടെയാ പോയത്? ഫസ്റ്റ് ഗിയർ ഇടും. നമുക്ക് ഇവിടുന്ന് പോണം. എന്ത് ചെയ്യണം? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം ആദ്യം. എന്നിട്ട് ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്ക്. ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്ക്. ഇനി പോകാൻ പറ്റുമോ? അപ്പൊ പതുക്കെ മുന്നോട്ട് പോകും. തിരിക്കാനല്ല, പതുക്കെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് റോഡിൽ കയറും. ബ്രേക്ക് ഇത്തിരി ലൂസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കണ്ട, റോഡ് കിട്ടുന്നതനുസരിച്ച് വണ്ടിയെ നേരെയാക്കി കൊണ്ടുപോകും. അല്ലെങ്കിൽ വണ്ടി വലത്തോട്ട് തന്നെ പോകും. കണ്ട, റോഡ് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും നേരെയാക്കി വെച്ചു. കിട്ടിയാ? ഇനി ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാ? അത്രയും തീർത്ത് പിടിക്കരുത്. ക്ലച്ച് ആദ്യം ലൂസ് ചെയ്ത് കൊടുക്കും. ക്ലച്ചിന്റെ ഉപയോഗം ഫുള്ള് തീർന്നെന്ന് തോന്നുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങും. ഇപ്പൊ വണ്ടിക്ക് വേഗത വന്നാ കണ്ട. അപ്പൊ ആക്സിലേറ്റർ കുറച്ചിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ട്. ധൃതി പിടിക്കരുത്. ഇപ്പോഴും ചെയ്തിട്ടില്ല. ആക്സിലേറ്റർ കുറച്ചിട്ടില്ല. സെക്കൻഡ് ഗിയർ ആക്കുക. ക്ലച്ച് ചവിട്ടിയിട്ടില്ല. ഇനി ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കും.
റിലീസ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഉപയോഗം തീർന്നു കഴിയുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങുക. ചെരുപ്പില്ലാതെയാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. അതാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ലെഫ്റ്റ് അത് റൈറ്റ് അല്ലേ? ഇതെവിടെ നിന്ന് ഒതുക്കി നിർത്തിക്കുക. എന്ത് ചെയ്യണം? ബ്രേക്ക് ചവിട്ടരുത്. നടു റോഡില്ല വണ്ടി. വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തണം. നമുക്ക് സൈഡിലേക്ക് കൊണ്ടുപോകാം. അതിന് സൈഡിലേക്ക് വരട്ടെ. വേഗത കുറയ്ക്കും. പതുക്കെ പതുക്കെ എന്നിട്ട് നേരെയാക്കി നിർത്തും സൈഡിൽ. ഇപ്പോഴും റോഡില്ല വണ്ടി. നേരെയാക്കി കൊടുക്കും. ഇങ്ങനെ അവിടെ നിൽക്കട്ടെ. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തും. ക്ലച്ചും ചവിട്ട് ന്യൂട്രലാക്കി. എന്നിട്ട് ആ ചെരുപ്പ് ഊരി കിട്ടും. മാം അങ്ങനെ ശീലിച്ചിരിക്കുന്നത്. അതാണ് അത് ഊരി കിട്ടോ. ആ ചെരുപ്പ് കാലയിൽ നിൽക്കുന്നില്ല. അതിരിത്തിരി പുറകോട്ട് മാറ്റി കിട്ടോ ആ ചെരുപ്പ്. ആ മതി. ഇന്നും ചവിട്ടിക്ക. ഫസ്റ്റ് ഗിയർ ഇട്ടെ. ഇൻഡിക്കേറ്റർ എങ്ങോട്ട് പോകണം? ഇനി ഒന്ന് പതുക്കെ നീങ്ങി നോക്കിക്കാം. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം. പോകാവാ. വട്ടം കറക്കരുത്. സ്റ്റിയറിങ് നേരെ ഓടട്ടെ. കുറച്ച് നേരെ ഓടട്ടെ. ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുക്കും. പതുക്കെ പതുക്കെ എടുത്തിട്ട് ഓടരുത്. പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലയച്ചു കൊടുക്കും. വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ റൈറ്റിലോട്ടാണ് വണ്ടി പോകുന്നത്. അതിനെ ലെഫ്റ്റിലോട്ട് നേരെയാക്കി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് തട്ടാനുള്ള ഫ്രണ്ടിലൊരു വണ്ടി കിടക്കുന്നുണ്ടാ. അതിനെ തട്ടാതെ ഒഴിഞ്ഞു മാറി ഇവിടുന്ന് അങ്ങ് പോയിക്കോ. ചുറ്റുപാടൊന്നും നോക്കാതെ. ക്ലച്ച് ചവിട്ടി പിടിച്ചിരിക്കുക. എന്റെ ആക്സിലേറ്റർ ആണ് ചവിട്ടുന്നത്. ടെൻഷനാണ് ഒരുപാട്. മാം ടെൻഷൻ ഇല്ലാതെ കൂളായിട്ടിരിക്കും മാം. എങ്കിലേ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. മാം ഇപ്പൊ ടെൻഷൻ അടിച്ചായിരിക്കും. കഴിച്ച ഭക്ഷണമല്ല രാവിലെ. ഇന്നലെ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു വിളിക്കാഞ്ഞത്? കല്യാണത്തിന് പോയി. അത് കഴിഞ്ഞ് മറന്നുപോയാ? ഓട്ടെ. ക്ലച്ച് സെക്കൻഡ് ആക്ക്. ചവിട്ട്. പകുതി ഇല്ല ഇപ്പോഴും. അതൊന്നും ചവിട്ടിയിട്ടില്ല. ആക്സിലേറ്ററിന് ക്ലച്ച് ചവിട്ട്. ആക്സിലേറ്ററിന് കാല് വേണം. ആദ്യം ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കും. റിലാക്സ് ആയിട്ടിരിക്കും. ഇപ്പോഴും എന്തുവാ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വണ്ടി മുന്നിൽ ഒരു തടസ്സവും ഇല്ല. അപ്പൊ ഈ വണ്ടിയെ നീങ്ങാൻ സമ്മതിക്കും മാം. ആദ്യം റിലീസ് ചെയ്തു. ഇനി എന്തോ വേണം? വണ്ടിക്ക് പതിയെ ആക്സിലേറ്റർ കൊടുക്കണം. അപ്പൊ അതേ വണ്ടിക്ക് സ്പീഡായി എന്ന് അറിയിക്കാനാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ആക്സിലേറ്റർ കുറയ്ക്കണം. ക്ലച്ച് ചവിട്ടിയിട്ടില്ല. എന്നിട്ട് ഇട് ഗിയർ. അതെ. ഇനി ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്ക്. ഫുള്ള് റിലീസ് ചെയ്ത് കൊടുക്ക്. കഴിഞ്ഞു. ഇനി വണ്ടിക്ക് വേഗതയ്ക്ക് വേണ്ടിയിട്ട് ആക്സിലേറ്റർ ഉപയോഗിക്കുക. കണ്ട സ്പീഡ് വന്നു. ഇനി ഈ വണ്ടിയുടെ സൗണ്ട് പുറത്ത് കേൾക്കാൻ തുടങ്ങിയാൽ അതിനർത്ഥം ഈ ഗിയറിന്റെ ഫുൾ സ്പീഡ് എടുത്തെന്നാ. അപ്പോഴും ധൃതി പിടിക്കരുത്. അപ്പോഴും ആക്സിലേറ്റർ എന്ന് കാലാദ്യം എടുക്ക്. ക്ലച്ച് എളുപ്പം ചവിട്ട്. ഫുള്ള്. ഇനി തേർഡ് ഗിയർ ഇട്. ക്ലച്ച് ആദ്യം റിലീസ് ചെയ്ത് കൊടുക്കും. ഫുള്ള് റിലീസ് ചെയ്ത് കൊടുക്കും. ഇനി ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങും. കിട്ടിയാ? ഇങ്ങനെയല്ലേ ഗിയർ മാറുന്നത്? ഉറപ്പല്ലേ? ഒരുപാട് വേഗത ആവശ്യമുണ്ടോ നമുക്ക്? പോട്ടെ. മിനിമത്തിൽ പോയാൽ മതി. എതിരെ വരുന്നവരെ നോക്കിയിരിക്കരുത്. ലെഫ്റ്റ് സൈഡിൽ എന്താണോ തടസ്സമുള്ള അതിനെ തട്ടാതെ അകലമെടുത്തോണം. അതിനെ തട്ടില്ലാന്ന് തോന്നുമ്പോ വീണ്ടും നമ്മുടെ സൈഡിലേക്ക് വന്നോണം. ഇനി ഒരു ടേൺ ആണ്. അപ്പൊ വണ്ടിയുടെ വേഗത കുറഞ്ഞു പോകും. ഒരുപാട് വേഗത പോകണ്ട. നോക്കി തിരിച്ചു വശത്തേക്ക് എത്തി നോക്കരുത്. നമ്മുടെ സൈഡിലെ തെളിഞ്ഞു വരുന്ന കണ്ട അതൊക്കെ നീങ്ങാനായിട്ട് സമ്മതിക്കണം. ആ സൈഡ് കറക്റ്റായിട്ട് എടുത്തോണം. നമ്മുടെ സൈഡ് കിട്ടുന്നതനുസരിച്ച് ഇച്ചിരി നിവർത്തി കൊടുത്തോണം. വീണ്ടും നമ്മുടെ സൈഡിലെല്ലാം തോന്നിയാൽ അത്രയും വേഗത വേണ്ട. ഒരുപാട് വേഗത വേണ്ട മാം. സ്പീഡിൽ ഓടിക്കാനാ നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഓടിച്ച് മാറാനാ നോക്കുന്നത്. ഇവിടെ നോക്കി നമ്മുടെ വണ്ടി അങ്ങോട്ട്. അത് തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ടേ മാം. എന്നിട്ട് ഒതുക്കി നിർത്തിക്കുക വണ്ടി. അതിനെന്ത് ചെയ്യണം? നട റോഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുവാ? ക്ലച്ച് ഉപയോഗിക്കും. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കുക. അപ്പൊ വണ്ടി സൈഡിലേക്ക് ഇനി കൊണ്ടുപോവാം.
സൈഡിലേക്ക് കൊണ്ടുപോവാം. അതേ സൈഡിൽ എത്താൻ തുടങ്ങി കണ്ട. അപ്പൊ അതിനെ നേരെ ആക്കി എടുക്കുക. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്ത്. കണ്ടോ? ഇനി ന്യൂട്രലാക്ക്. ഇപ്പോഴും പുറകിലേക്കാ നോക്കുന്നത്. ക്ലച്ച് ചവിട്ടിയിട്ടില്ല മാം, ക്ലച്ച് ചവിട്ടിയിട്ടില്ല. ന്യൂട്രലാക്ക്. അവിടെ ന്യൂട്രലാക്കി ക്ലച്ച് ഒന്ന് വിട് മാം. ഇപ്പോഴും പകുതി ഇവിടെ ഉള്ളൂ. പകുതി ചുറ്റുപാടിലായിരിക്കുന്നതാണ്. നമ്മുടെ മനസ്സും കൂടി ഇവിടെ ആക്റ്റീവായിട്ട് ഇരുന്നാലേ നമുക്കിത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാം. ഇപ്പോഴും പകുതി കാര്യങ്ങൾ ചെയ്യുമ്പോഴും പകുതി വേറെ എവിടെയോ പോട്ടെ. വീണ്ടും നമുക്ക് പോവാം. റൈറ്റ് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യണം? വണ്ടി നീങ്ങണമെങ്കിൽ ചവിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഇട്ട് പിന്നെ എന്ത് ചെയ്യണം? ക്ലച്ച് കുറച്ച് റിലീസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ വണ്ടി നീങ്ങാൻ റെഡിയായി എന്ന് നമ്മളെ അറിയിക്കും. ഒരു വൈബ്രേഷൻ വരും. കണ്ട വന്നാ? ഇപ്പൊ വന്ന്. അപ്പൊ ബ്രേക്ക് ലൂസ് ചെയ്ത് നോക്ക്. കണ്ട? റോഡിലേക്ക് വരുന്ന അനുസരിച്ച് അതിനെ നേരെ ആക്കി എടുക്കുക. അല്ലെങ്കിൽ റോഡിലേക്ക് ഓടിക്കയറും. ഇപ്പോഴും അവരെ നോക്കിയിരിക്കുക ചെയ്ത. റോഡ് കിട്ടിയാ നേരെ ആക്കി വെക്കും. ഇനി എന്ത് വേണം? ഇപ്പോഴും ആക്സിലേറ്റർ കൊടുക്കാനാ ശ്രമിച്ചത്. ക്ലച്ച് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടല്ലേ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുള്ളൂ. ആക്സിലേറ്റർ എന്ന കാലെടുത്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കുക. വലതുകാലം മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ്. അത് തന്നെ ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. പതിയെ ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങും. മുന്നിൽ തടസ്സം വരുന്നതനുസരിച്ച് ആക്സിലേറ്റർ എന്ന് കാല് മാറ്റി കൊടുത്തോണം കേട്ടാ. അവിടെ തന്നെ കാല് വെച്ചോണ്ടിരിക്കരുത്. പതിയെ പോട്ടെ. പേടിച്ചിട്ടാ സൗണ്ട് എല്ലാം മാറുന്നു. ശബ്ദം വരുന്നില്ല പുറത്ത്. മിണ്ടാൻ പറ്റുന്നില്ല. എന്തിനാ ഇത്ര പേടിക്കുന്നത്? വണ്ടി ആകുമ്പോ ഇടിക്കുകയൊക്കെ ചെയ്യും. വണ്ടി ആകുമ്പോ തട്ടും മുട്ടും എല്ലാം ചെയ്യും മാം. ഈ വണ്ടി ഞങ്ങളെ കൊണ്ട് ഇവിടെ ഇടിച്ചിരിക്കുന്നു. അല്ല തട്ടാതിരിക്കണേ നമ്മൾ കാർ പോർച്ചിൽ തന്നെ ഇടണം. ചിലപ്പോ അവിടെ ഇട്ടാലും നമ്മൾ എങ്ങോട്ടാ വണ്ടി ഓടിച്ചു പോകും. അങ്ങനെ നിയന്ത്രിക്കാം. അല്ല മറ്റുള്ളവരെ പേടിക്കാതെ. കാർ പോർച്ചിൽ ഇട്ടാലും തെങ്ങിന് തേങ്ങ വീഴും ചിലപ്പോ വണ്ടിക്ക്. അതെല്ലാം പോകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ആകുമ്പോ തട്ടും മുട്ടും എല്ലാം ചെയ്യും മാം. അങ്ങനെ പേടിക്കാൻ പോയാൽ നമുക്ക് ഒരുപാട് സ്പീഡിൽ പോവാൻ നോക്കാതെ ഒരു മിനിമം വേഗത്തിൽ വണ്ടിയെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ നോക്ക്. ഇവിടെ നിർത്താൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇവിടെ നിർത്തണോ അതോ അവിടെ നിർത്തണോ? ഇപ്പോഴും കണ്ടോ ഞാൻ ആളുള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. ഇത്രയും സ്ഥലം വെറുതെ കിടപ്പുണ്ടായിരുന്നു. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഗിയർ ഇട്. എന്നിട്ട് പതുക്കെ മുന്നിലേക്ക് കയറ്റി നിർത്തും. ക്ലച്ച് എടുത്തിരി ഫ്രീ ആക്കി. സൈഡിലേക്ക് വരട്ടെ. ക്ലച്ച് താഴ്ത്ത് വീണ്ടും. ഗിയർ അല്ല മാം പതുക്കെ നിർത്ത്. ന്യൂട്രലാക്ക്. ഇപ്പോഴും മാം എന്തുവാ ചെയ്തത്? ധൃതി പിടിച്ച് എന്തുവാ ചെയ്തത്? ഞാൻ അതല്ലേ പറഞ്ഞോണ്ടിരുന്നേ ഫ്രീ ആയിട്ട്. ഫസ്റ്റ് ഗിയർ. മറ്റത് മനസ്സിലായില്ലായിരുന്നു. ഇനി പോവാൻ നോക്കും. ഇനി എടുത്തോളൂ വണ്ടി തന്നെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൈഡിൽ കിടക്കുന്ന വണ്ടിയാണ്. അല്ല നമ്മൾ സൈഡിൽ കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ സൈഡിലാ ഒതുക്കി നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. ബ്രേക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്ഡേറ്റഡ് പോവാ. പക്ഷെ പേടി എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുക. വണ്ടി ഇടിക്കുക മുട്ടുക എന്നുള്ള പേടിയാന്ന് തോന്നല്ല. അത് മാമ മാറ്റേണ്ടത്. ഇപ്പൊ മാമിന് അറിയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എനിക്ക് തിരുത്തി തരാൻ പറ്റും. ഇതെന്താ സംഭവിക്കുന്നത് അറിയാമോ? ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്. ഞാൻ പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. ഞാൻ പറയുന്ന കാര്യം ആക്സിലേറ്റർ കൊടുക്കാതെ കേൾക്കണം. സ്റ്റിയറിംഗ് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യണം. മാമിന് പഴയ കാര്യം നല്ല ഓർമ്മയാ വണ്ടി ഇടിച്ചത്. അതാണ് മാമിന് ഇപ്പൊ പറ്റുന്ന സംഭവം. ശരിയല്ല? അതുകൊണ്ടാണ് അതാണ് ഈ പ്രശ്നം വരുന്ന മൊത്തം. മാമിന് ഓർമ്മയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മാം നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാണ്. മാം ചെറുതിലെ നടക്കുമ്പോ നന്നായിട്ട് വീഴുന്നുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ മാമിന്? ഇല്ല, ഓർമ്മയില്ല മാമിന്. മനസ്സിലായ? ഇപ്പൊ അതുകൊണ്ടാണ് മാം ഇപ്പൊ ഓടിച്ചാടി കിടക്കുന്നത്.
ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ മാം തീർച്ചയായിട്ടും ഇപ്പോഴും നടക്കത്തില്ല, പേടിച്ചിട്ട് വീഴുക എന്നുള്ള പേടി എന്ന് പറയുന്നത് പോലെയാണ് ആ ആക്സിഡന്റ് മാമിന് ഒരുപാട് ഉള്ളിൽ ഭയം കൊണ്ടുവന്ന് ഇപ്പോഴും അത് ഓർത്ത് തന്നെ ഇരിക്കുക. ശരിയല്ലേ? ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ഒതുക്കി നിർത്തിക്ക് എവിടെയെങ്കിലും. അങ്ങനെ ബ്രേക്ക് ഔട്ട്. അങ്ങനെ സൈഡ് പതുക്കെ സൈഡാക്കി നിർത്ത്. ഇപ്പോഴും സൈഡ് ആയിട്ടുണ്ടോ നോക്കി. സൈഡായ നേരെയാക്കി നിർത്തി. നേരെ ആക്കിയില്ല. ഇപ്പോഴും നിർത്തിയിട്ടില്ല. കണ്ട നിർത്താൻ എന്തോ ഒരു അവസരം ഉണ്ട്. ഇപ്പോഴും മാം എങ്ങോട്ടാ നോക്കുന്നതെന്ന് നോക്കിയാ. അല്ല, ഞാൻ ഇറങ്ങി ഞാൻ നോക്കിയതാണ് മാം. അത് ഇതല്ലേ തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ നോക്കിട്ടെ നിർത്തുമ്പോഴ് നമ്മൾ താഴെ ഇറങ്ങി നിർത്തണ്ടേ? ഇപ്പോഴും ഞാൻ എന്തോ പറഞ്ഞ എല്ലായിടത്തും അങ്ങനെ നിർത്താൻ പറ്റുമോ? ഞാൻ അങ്ങനെ നോക്കിയാണ് നിർത്തുന്നത്. മാം അപ്പൊ എന്തോ ചെയ്യണ്ടേ? അതാ ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞു തരാൻ നോക്കുന്നതാ. മാം അത് സമ്മതിക്കുന്നില്ല, കേൾക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. ഇവിടുത്തെ സ്ഥലമാ നോക്കണ്ടേ. ഇവിടെ ഒതുക്കി നേരെയാക്കി നിർത്താനേ നോക്കാവുള്ളൂ, അല്ലാതെ അവിടെ നോക്കിയിരിക്കരുത്. അപ്പൊ ഈ വീല് രണ്ടാമത്തെ വീലും താഴെ അതെങ്ങനെ ഈ സ്ഥലം ഇല്ലാത്തടുത്ത് നിർത്തേണ്ടി വന്നാൽ എങ്ങനെയാ രണ്ടാമത്തെ വീല് നമ്മള് എങ്ങനെ ഒതുക്കി നിർത്തും? അങ്ങനെ അപ്പൊ ഇങ്ങനെ നിർത്താൻ പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്താം. സൈഡ് ചേർത്ത് നിർത്തിയേക്കണം. ഒരു ജംഗ്ഷനിൽ വണ്ടി നിർത്തരുത്, ഒരു തിരക്കുള്ളതിനകത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തരുത്, ഒരു പാലത്തെ കൊണ്ടുപോയി വണ്ടി നിർത്തരുത്. പക്ഷെ എനിക്ക് ഇപ്പൊ ഇവിടെ നിർത്തേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഉള്ള സ്ഥലത്ത് ബാക്ക് ശരിയാവൂലല്ലോ. അതെങ്ങനെയാ? ഇവിടെയല്ലേ ഈ ഉള്ള സ്ഥലത്ത് നേരെയാക്കിയല്ലേ നമ്മൾ നിർത്തുന്നത്. നമ്മളിവിടെ പാർക്ക് ചെയ്തിടുകയല്ലല്ലോ വണ്ടി, സൈഡ് ഒതുക്കി നിർത്തുകയല്ലേ. ഇപ്പൊ ഒരു ഫോൺ വന്നിട്ട് മാമിന് അത് എടുക്കാൻ വേണ്ടി ഒതുക്കി നിർത്തിയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ സൈഡ് നോക്കി ഒതുക്കി നിർത്താൻ പറ്റുമോ? ഉള്ള സ്ഥലത്ത് സൈഡ് ഒതുക്കി നിർത്തിയേക്കണം. ഫസ്റ്റ് ഗിയർ പോവാം. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നേരെയാക്കി മാമിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാമാർക്ക് അറിയാം മാമിന്റെ എന്താ പ്രശ്നം. പേടിയാണ്, അതേ ഉള്ളു, വേറൊരു പ്രശ്നവും ഇല്ല. ശരിയല്ല? പേടിയുണ്ട്. അതിന് നമ്മുടെ ഇതില് രോഗാവസ്ഥ എന്താ പറയുന്നില്ല, ഡിസ്ട്രോബിസ്റ്റൽ കർബിസ്റ്റി എന്നാ പറയുന്നത്, അല്ലേ അമ്പോ? ചെയ്തത് മറന്ന് അവിടെ നോക്കിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോണോന്ന് പറ. അല്ല, അതിന് വണ്ടി എവിടെ പോണേ നോക്കിയേ. ഇപ്പോഴും തിരിച്ചിട്ടൊന്നും ഇല്ല, വേറെ എവിടെയോ. ടൂ വീലറിൽ വന്നവരുടെ കൂടെ അല്ലായിരുന്നു ആദ്യം. മാം ഇനിയിപ്പോ ചെയ്യാനുള്ള ഇത് പറയല്ല, ആ പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം മാം. മാമിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വ്യക്തികൾ കാണുമല്ലോ, ആരെങ്കിലും ഒരാള്, അയാളെ മനപ്പുറം കൊണ്ട് ഇടിക്കണം. അല്ലേ അപ്പൊ? ഇപ്പൊ ഓക്കെ മാം. മാം ഇതെല്ലാം പറയുന്നത് മാമിനെ റിലാക്സ് ആക്കാൻ വേണ്ടി പറയുന്നത് കേട്ടാ. കേട്ടാ മാം ഇതൊന്ന് ഓടിച്ചു കാണണം, ഞങ്ങളെ ആഗ്രഹം അതാ. വീട്ടിൽ കിടക്കുന്ന വാഗനർ മാം ചിന്ന വിരൽ കൊണ്ട് ഇങ്ങനെ കറക്കി രജനകത്ത് ഓടിക്കുന്നുണ്ട്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനോ വല്ലതും മറന്നിട്ടുണ്ടോ? അത് എടുക്കുന്നേ. ഇപ്പൊ ഓക്കെ കേട്ടാ മാം. മാം വാഗനർ ഓടിക്കുന്ന ഞങ്ങൾക്ക് കണ്ടിട്ട് വേണം മരിക്കാൻ. അപ്പൊ പേടിയില്ലാതെ ഓടിക്കണം കേട്ടാ. ഓടിക്കുവാ എന്നിട്ട് കുറച്ചില്ലല്ലോ. പകരം തിരിക്കാനാ നോക്കിയത്, എങ്ങനെയെങ്കിലും തിരിച്ച് നിവർത്തി എടുക്കാനാ നോക്കിയത്. മാം ഇത് കൈവിട്ട് പോകുന്നെന്ന് തോന്നിയാൽ വേഗത കുറയ്ക്കുക അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. വണ്ടി തിരിച്ചോ വളച്ചൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്. നമുക്കൊന്ന് ഒതുക്കി നിർത്താം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്. എന്നിട്ട് ഈ ഫ്രണ്ടിൽ എന്ത് സ്ഥലമുണ്ടോ, എവിടെയാണോ നിർത്താൻ ശ്രമിക്കുന്നത് അവിടെ സൈഡ് ഒതുക്കി അങ്ങ് നിർത്തും. ഫ്രണ്ടിൽ എന്തോരം സ്ഥലമുണ്ടോ അത് ഒതുക്കി അങ്ങ് നിർത്തും. എന്നിട്ട് അവിടെ നേരെയാക്കി കൊടുക്കുക. അങ്ങനെ നിർത്തുക. കണ്ടാ, ഇങ്ങനെ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കാവുള്ളൂ, അല്ല അവിടെ നോക്കരുത്. ഇത് ഇപ്പൊ ഇങ്ങനെ നിർത്താനുള്ള കാരണം എന്താ പറയാ, തിരക്കൊന്നും ഇല്ല, വണ്ടിയൊന്നും വന്നില്ല, അതുകൊണ്ടാണ് വെപ്രാളം ഇല്ല. അത് പിന്നീടല്ലേ. ഇനി ഫസ്റ്റ് ഗിയർ ഇട്. വീണ്ടും പോവാം. എന്ത് ചെയ്യണം? ഇട്ട് വീഴാത്ത എന്താന്ന് വെച്ചാൽ വീൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ടാ. ഇനി ഇട്. ബാക്കിൽ വണ്ടി ഉണ്ടാ? പതുക്കെ നീങ്ങാവാ. ഇതിന്റെ ഫ്രണ്ട് നോക്ക്, എങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോണോന്ന് ആലോചിക്കും. പതുക്കെ ഉരുട്ട്. ബ്രേക്ക് ഇത്തിരി ലൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കണ്ടാ, ഉരുളുന്നനുസരിച്ച് നീ ഇതിനെ എങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നോക്ക്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോഴും വേഗത കൊടുക്കരുത്. കണ്ടാ, നേരെയായി പോകാമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം
ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ശരിയായ ആ ഇനി എന്ത് വേണം? പതുക്കെ ഒന്ന് വേഗത കൊടുക്കുക. കണ്ട സ്പീഡായി മുന്നിൽ തടസ്സമില്ല എന്ന് തോന്നുമ്പോൾ മാത്രം ആക്സിലേറ്ററിന് കാല് മാറ്റിയിട്ട് ക്ലച്ചും ചവിട്ടിയിട്ട് രണ്ടാമത്തെ ഗിയർ ഇടും. പക്ഷെ വളവല്ലേ നേരെ വന്നിട്ട് ഇട്ടാ